ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ശ്രീനഗറിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, നമ്മളൊക്കെ ഇങ്ങനെ ദൂരെ നിന്നും കാശ്മീരിനെ നോക്കിക്കാണുമ്പോൾ കാശ്മീരിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സ്വസ്ഥമായി സമാധാനത്തോടെ സുരക്ഷിതനായി നിന്നുകൊണ്ട് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് താങ്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. പ്രത്യേകിച്ച് അവിടുത്തെ ജനതയുടെ ഓരോ പൾസും തൊട്ടറിഞ്ഞുകൊണ്ടാണ് താങ്കൾ നിൽക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം അവിടെ തിരികെ വരുന്ന സമാധാനത്തിൻ്റെ ആ ഓരോ ചലനങ്ങളും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളടക്കം നമ്മോട് പങ്കുവെച്ചതാണ്? സുരേഷ്, ജമ്മു കാശ്മീർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനെ നേരിടാൻ നാളെ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും വോട്ടെടുപ്പും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള വൻ ജനപങ്കാളിത്തം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഏകദേശം ഒരു 3 പതിറ്റാണ്ടിന് ശേഷം പ്രചാരണവും വോട്ടെടുപ്പും ഉൾപ്പെടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലും വലിയ ജനപങ്കാളിത്തം. അത് കശ്മീർ താഴ്വരയിൽ ഉൾപ്പെടെ, ജമ്മുവിൽ മാത്രമല്ല താഴ്വരയിൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിച്ചു. ഒന്നാം ഘട്ടത്തിൽ 61% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. മുൻപ് കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ചുരുങ്ങിയ പ്രവർത്തകരുമായിരുന്നു പ്രചാരണം നടത്തിയതെങ്കിൽ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ കൃത്യമായി അവരുടെ രാഷ്ട്രീയ നിലപാട്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടാണെങ്കിലും ആ രാഷ്ട്രീയ നിലപാട് പരസ്യമായി കശ്മീർ താഴ്വരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയാനും അത് മാധ്യമങ്ങളോട് സംസാരിക്കാനും മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനും പ്രചാരണം വലിയ രീതിയിൽ നടക്കാനും സാധിക്കുന്നു. ഒപ്പം വോട്ടെടുപ്പിലും ജനപങ്കാളിത്തം ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് സമാധാന അന്തരീക്ഷത്തോടു കൂടി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്നു. ഒരു ചെറിയ അക്രമ സംഭവം പോലും ഇല്ലാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടോ ഒന്നാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടോ യാതൊരു തരത്തിലും ഒരു ചെറിയ അക്രമ സംഭവം പോലും ഇല്ലാതെ കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കശ്മീരിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം ആർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, ആര് കശ്മീരിൻ്റെ ഭരണം പിടിക്കും എന്നതിനെല്ലാം അപ്പുറത്തേക്ക് കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രചാരണം തൊട്ട് വോട്ടെടുപ്പ് വരെയുള്ള വൻ ജനപങ്കാളിത്തവും ഒരു ചെറിയ അക്രമ സംഭവം പോലുമില്ലാതെ തെരഞ്ഞെടുപ്പ് നടപടി. അതായത് ജിഷ്ണു, കഴിഞ്ഞ കാലത്തെ 10 വർഷത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും, അത് നിയമസഭാ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാലും ജനങ്ങൾ ഈ വോട്ടിംഗ് കേന്ദ്രത്തിലേക്ക് പോകാൻ ഭയന്നിരുന്നു. കാരണം ഏത് സമയം തങ്ങൾ ആക്രമിക്കപ്പെടാം എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയിലാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് മാറി സ്വസ്ഥമായി സമാധാനത്തോടെ അവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോവുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബുഡ്ഗാം ഉൾപ്പെടെ മുൻപ് വലിയ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുള്ള, സൈന്യത്തിന് നേരെ കല്ലേറ് നടന്നിട്ടുള്ള ബീർബ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്ക് പോകാൻ സാധിച്ചിരുന്നു. അവിടെയെല്ലാം ആളുകൾ പ്രതികരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ ഇത്തവണ വോട്ട് ചെയ്യുന്നതിനും പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങൾ ഇറങ്ങുന്നു. ഒപ്പം അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയുന്നതിന്, മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നതിനും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സമാധാന അന്തരീക്ഷം കശ്മീർ താഴ്വരയിൽ ഉറപ്പാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ നടപടികൾ അത് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഒരൊറ്റ നടപടി കൊണ്ട് സ്വിച്ചിട്ടതുപോലെയല്ല കശ്മീർ താഴ്വരയിലെ ഭീകരവാദം തകർത്തെറിഞ്ഞുകൊണ്ട് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചത് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ചർച്ചയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിന് എത്രത്തോളം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ്. നേരത്തെ ഈ വിഭജന സമയത്താണ് ഇത്തരത്തിൽ കശ്മീരിന്റെ സ്വതന്ത്ര അവകാശത്തെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യം ഉയർന്നത്. ആദ്യം കശ്മീരിലെ രാജാവ് ജമ്മു കശ്മീർ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ പോലും പാകിസ്ഥാന്റെ അധിനിവേശം ശക്തമായതോടുകൂടിയായിരുന്നു ഇന്ത്യയുമായൊരു നിരുപാധിക ഉടമ്പടി അന്നത്തെ രാജാവ് ഉണ്ടാക്കുകയും ഭാരതത്തിന്റെ സൈന്യം കാവലിനായി ജമ്മു കാശ്മീരിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളൂ. പിന്നീട് തീർച്ചയായും ശരിയാണ്, രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് ജമ്മു കാശ്മീർ സ്വതന്ത്രമായി നിലനിൽക്കണം, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലേക്ക് അധിനിവേശം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ആർട്ടിക്കിൾ 370 എന്ന പ്രത്യേക അധികാരം ജമ്മു കാശ്മീരിന് നൽകിയെങ്കിലും അതിനുശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ട് 80കളുടെ തുടക്കത്തിൽ 80കളിലും 90കളിലും എല്ലാം തന്നെ പാകിസ്ഥാന്റെ ISI ഉൾപ്പെടെയുള്ള ചാര സംഘടനകളൊപ്പം പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും കശ്മീർ താഴ്വരയിലേക്ക് ഉൾനിറങ്ങുകയും സ്വതന്ത്ര കശ്മീർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കശ്മീരിനുള്ളിൽ തന്നെ ഭീകരവാദ സംഘടനകൾ അഴിഞ്ഞാടുകയും ചെയ്തപ്പോൾ അവർക്ക് മറയായി നിന്നിരുന്നത്, അല്ലെങ്കിൽ ആ ഭീകരവാദികൾ സംരക്ഷണ കവചമായി ഉപയോഗിച്ചിരുന്നത് ഒന്ന് ആർട്ടിക്കിൾ 370 എന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരവും ഒപ്പം താഴ്വരയിലെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം മതത്തിന്റെ മറയുമായിരുന്നു. അത് പച്ചയായിട്ടുള്ള സത്യമായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന്
നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രത്യേക അധികാരം റദ്ദാക്കിക്കൊണ്ട് ഭാരതത്തിന്റെ ഏതൊരു ഭൂപ്രദേശം പോലെ ജമ്മു കാശ്മീരിനെയും സുരക്ഷിതമായി ചേർത്ത് പിടിക്കാനുള്ള ശക്തി അന്ന് ഭാരതത്തിന്റെ സൈന്യത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ അന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 3.5 പതിറ്റാണ്ടോളം ജമ്മു കാശ്മീർ അതിന്റെ വേദന അനുഭവിച്ചു. വിഘടനവാദത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമിടയിൽ വീർപ്പുമുട്ടിക്കൊണ്ടായിരുന്നു ജമ്മു കാശ്മീർ ജനത കഴിഞ്ഞ 3.5 പതിറ്റാണ്ടോളം ജീവിച്ചത് എന്നുള്ളത് വലിയ സത്യമാണ്. അതിനുശേഷം 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനിക കശ്മീരിനെ, വിഭജനത്തിന് ശേഷമുള്ള ജമ്മു കശ്മീരിന്റെ ചരിത്രം തന്നെ നമുക്ക് 2019 ഓഗസ്റ്റ് 5-ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് മുൻപും ശേഷവുമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ആർട്ടിക്കിൾ 370 റദ്ദാക്കുക മാത്രമല്ല, അതിനുശേഷം കശ്മീർ ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിഘടനവാദം ഉപേക്ഷിച്ച് മുൻനിരയിലേക്ക് വരുന്നവർക്കുള്ള ജീവിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ കശ്മീർ ജനതയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയും ഭീകരവാദികൾക്ക് അടിക്ക് തിരിച്ചടി എന്ന നയം രൂപീകരിച്ചുകൊണ്ടും കഴിഞ്ഞ ഏകദേശം ഒരു 5 വർഷത്തോളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നടപടികളുടെ കൂടി ഫലമാണ് ഇന്ന് കശ്മീർ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള സമാധാന അന്തരീക്ഷം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഏതായാലും നാളെ 2ാം ഘട്ട വോട്ടെടുപ്പിന് ജമ്മു കശ്മീർ ഒരുങ്ങുകയാണ്. ജമ്മു മേഖലയിലെ 11ഉം കശ്മീർ മേഖലയിലെ 15ഉം, അത് സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും വോട്ടെടുപ്പ് നടക്കുന്നു. ക്രമീകരണങ്ങൾ പൂർത്തിയായതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു സമാധാന അന്തരീക്ഷത്തിലൂടെ ഭാരതത്തിന്റെ, ലോകത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെ അതിന്റെ സൗന്ദര്യം എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ജനാധിപത്യം മുൻപ് വലിയ രീതിയിൽ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ കശാപ്പ് ചെയ്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ മുൻപോട്ട് കൊണ്ടുപോയെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ആ ജനാധിപത്യത്തിന്റെ ഉത്സവം കശ്മീരും ആഘോഷമാക്കുകയാണ്. ആവേശത്തിലാണ് ജനങ്ങളുമുള്ളത്. KP യെസ്, അത് തന്നെയാണ്. ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.